ആഹാ, കൊള്ളാലോ ഇത്. 50 ഗ്രാം ഒരു ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. ഇന്നലെ 78.75 ആയിരുന്നു, ഇന്ന് 78.25. ഇങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് എനിക്ക് 5 കിലോ കുറയ്ക്കാമല്ലോ. 20 ദിവസം കൊണ്ട് 10 കിലോ. കുറച്ച് 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 അവസാനം 0 ഗ്രാം ആയി പോവോ എന്റെ വെയിറ്റ്. എനിക്കിതൊന്നും വലിയ പുത്തരിയൊന്നുമല്ല കേട്ടോ. കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഇങ്ങനെ കുറേ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നാറാണത്തെ ഭ്രാന്തിയാണ്. അപ്പൊ ഡേ 2 ആണ്. തൈറോയിഡിന്റെ ഒരു ടാബ്ലറ്റ്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് യാത്ര തുടങ്ങി ഇന്നത്തെ ഡേ. അപ്പോൾ വൈകുന്നേരം 3 മണിക്ക് വന്നിട്ട് വേണം ഫസ്റ്റ് മീൽ കഴിക്കാൻ. എഗ് ഡയറ്റ് ആണ്, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. ഇപ്പം കുറച്ച് ചൂടൊക്കെ കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എടുത്ത് ചോക്ലേറ്റ്, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും ചോക്ലേറ്റ് ആണല്ലോ, ചോക്ലേറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കഴിച്ചില്ല. 4:15 വരെ കൺട്രോൾ ചെയ്തിരുന്നു. എന്നിട്ട് തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം നമ്മൾ നെസ്റ്റോയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊന്നുണ്ടായിരുന്നു. അപ്പോഴാ ബേക്കറിയുടെ സെക്ഷനിലോട്ട് പോയി. ബാക്കിയുള്ള കൺട്രോൾ എല്ലാം പോയി. വിശന്ന് സൂപ്പർ മാർക്കറ്റിൽ പോലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ജ്യൂസും ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം 1 മീൽ എ ഡേ ആക്കുവാണ്. ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. നാളത്തെ വെയിറ്റ് എന്താവുമെന്ന് നാളെ കണ്ടറിയാം കേട്ടോ. മനുഷ്യന്മാര് ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. വിശന്നിരുന്ന് ഡയറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. എപ്പടി